നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്. ബഹുമാന്യ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിലെ രഹസ്യാന്വേഷണ വിഭാഗം പല കാര്യങ്ങളും ചെയ്തു കൊടുത്ത് 2 കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചു. അത് സ്വാഭാവികമായിട്ടും എവിടെയാണോ തിരക്ക് കാണുന്നത്, സ്വാഭാവികമായിട്ടും എവിടെയാണോ പതിവിൽ കവിഞ്ഞ് തിരക്കില്ലാത്തത്, ഇങ്ങനെ 2 സന്ദർഭങ്ങളും നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ച് അല്ലെങ്കിൽ രഹസ്യാന്വേഷണ വിഭാഗം ഊർജ്ജസ്വലമായി പ്രവർത്തിക്കും. അത് 2 ഉദാഹരണം പറയാം. ഒന്ന് ബോംബെയിൽ കുഷ്ഠരോഗികൾ കണ്ടമാനം തെരുവിൽ ഭിക്ഷ അയക്കാനൊക്കെ ഉണ്ടായിരുന്നു. കുറേ നാളായിട്ട് കുഷ്ഠരോഗികൾ കാണുന്നില്ല കാര്യമായിട്ട്. ഉടനെ നമ്മുടെ ബുദ്ധി കേന്ദ്രം, സ്പെഷ്യൽ ബ്രാഞ്ച് അല്ലെങ്കിൽ രഹസ്യാന്വേഷണ വിഭാഗം സടകുടഞ്ഞ് എഴുന്നേറ്റു. അപ്പോൾ അവർ ഒരു കാര്യം മനസ്സിലായി. കുഷ്ഠരോഗികളിൽ നിന്ന് വരുന്ന ആ ചലം അല്ലെങ്കിൽ ആ അഴുക്ക് ജലം അത് ചാരായം നിർമ്മിക്കാൻ ഉപയോഗിക്കാം, നല്ലൊരു ലഹരിയാണെന്ന് കണ്ട് അതിനുവേണ്ടി കുഷ്ഠരോഗികളെ അവർ കൊണ്ടുപോകണം, അവരുടെ കാലും വെറുതെ കഴുകിയെടുക്കാണ്. അതിനെ കണ്ടുപിടിച്ചു. അത് തിരക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ. ഇത് തിരക്ക് കൂടിയത് ഇത് ബോംബെ ആണെങ്കിൽ മറ്റ് കൽക്കട്ടയാണ്. ഇന്ത്യയിൽ 2 വൻ നഗരങ്ങളാണ് ബോംബെയും കൽക്കട്ടയും. ഡൽഹിയൊക്കെ തലസ്ഥാനം എന്നുള്ള പ്രാധാന്യം മാത്രമേ ഉള്ളൂ. കൽക്കട്ടയിൽ ഒരു ഹോട്ടലിൽ പതിവില്ലാതെ സ്ഥിരമായി തിരക്ക് വരുന്നു. അത് നമ്മുടെ രഹസ്യാന്വേഷണം അന്വേഷിക്കും. അത് അവർ ചുമതലയാണ്. എവിടെ അമിതമായി തിരക്കുണ്ടോ അതെന്താണെന്ന് അന്വേഷിക്കും, എവിടെ പതിവിലേറെ തിരക്ക് കുറയുന്നുണ്ടോ അവിടെ അന്വേഷിക്കും. 2 വ്യത്യസ്ത സംഭവങ്ങളാണ്. അവിടെ നോക്കിയപ്പോൾ അവിടെ മനുഷ്യ മാംസം വിൽക്കുന്നു. ഭക്ഷണത്തിൽ മനുഷ്യമാംസം ഏറ്റവും കൂടുതൽ ടേസ്റ്റുള്ള മാംസം നമ്മൾ കഴിക്കാത്തതുകൊണ്ടാണ്. അതെന്ത് ചോദിച്ചാൽ അവർ വാഷിംഗ് ബേസിൽ ഇങ്ങനെ റൂമിലാണ്, 4-5 റൂമാണ്. ഇപ്പോഴുള്ള റൂമൊക്കെ ഈ വിമാനത്താളത്തിൽ ഉള്ള റൂമാണ്. അതിലത്തേക്ക് കയറി പോന്ന് അന്നുണ്ട് ക്യാമറയൊക്കെ. വലിയ വലിയ ഹോട്ടൽ അവർ കവറിലിരിക്കുന്ന കാണും കൈ എഴുതാൻ പോകുന്നത്. അപ്പോൾ നല്ല മാംസക്കൊഴുപ്പുള്ള ആൾ പോകുമ്പോൾ അവന് കവറിലിരുന്നുകൊണ്ട് ഒറ്റ ബട്ടൺ പറ്റുമ്പോൾ അത് താഴെ ഗ്രൗണ്ടിലേക്ക് പോകും. ഗ്രൗണ്ടിലേക്ക് പോയി കഴിഞ്ഞിട്ട് ആ ലിഫ്റ്റ് പോലെയുള്ള ആ നേരെ മുകളിലേക്ക് വരും. അവിടെ കൊന്ന് അതിന് മാംസം എടുത്ത് കറി ഉണ്ടാക്കും. ഇങ്ങനെ കണ്ടുപിടിച്ചു. അത് എത്ര ബുദ്ധിപൂർവമാണ് നമ്മുടെ അന്നത്തെ രഹസ്യാന്വേഷണ വിഭാഗം വർക്ക് ചെയ്തത്. ഇന്ന് അത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ പ്രഗത്ഭരാണ്, ലോകഗുരുവാണ്, വിശ്വഗുരുവാണ് എന്ന് പറഞ്ഞ കേന്ദ്ര ഗവൺമെൻറ് കീഴിലുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തെ കെട്ടിപ്പൊതിഞ്ഞ് അവരകത്തിട്ട് ചാക്കിലിട്ട് മൂടിയിട്ട് അവർക്ക് അനുകൂലമായ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെടുക്കാല്ലേ. അതിനുണ്ട് ഉദാഹരണം. നമ്മൾ നടന്ന് വരുന്ന വഴിയിൽ ഒരു അലൂമിനിയം പാത്രം ഇരിക്കുകയാണെങ്കിൽ വീട്ടിൽ കാർന്നവരാണ് നടന്നു വരുമ്പോൾ കാല് മുട്ടിയാൽ പറയുന്നതോ ഇവിടെ മനുഷ്യൻ നടക്കുന്ന വഴിക്കാണോ ഈ പാത്രം വയ്ക്കണത്. മറിച്ച് നമ്മുടെ മകൻ വരുന്ന ഒരു കാൽ തൊട്ടിയാൽ എന്താ പറയുക, അച്ഛൻ എടാ അല്ലോ പാത്രം എനിക്ക് കണ്ടില്ലേ എന്ന് പറയും. നമുക്ക് അനുകൂലമാണ് എങ്കിൽ അത് ശരിയും, നമുക്ക് അനുകൂലമല്ലാത്തതെല്ലാം എടുക്കുകയില്ല. അങ്ങനെ ഒരു നീചമായ ഒരു പ്രവൃത്തിയിൽ കൂടിയാണ് ഇന്ത്യ മഹാരാജ്യത്തെ ഭരണം പോകുന്നത്. കേരളത്തിൽ വ്യത്യസ്തമല്ല. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് സുപ്രീം കോടതിയിൽ ഹൈക്കോടതി ജഡ്ജി രാഹുലിനെ കുറിച്ച് പറഞ്ഞതറിയോ? നിങ്ങൾ ഈ സ്വാതന്ത്ര്യ സമര സേനാനികളെ പേരുള്ളവരെങ്ങനെ വിമർശിക്കുന്നത് തെറ്റല്ലേ, എന്താ കാരണം ചോദിച്ചു. എൻ്റെ പൊന്ന് രാഹുൽജി, ആം ആദ്മി പാർട്ടി നേതാവേ, ഇതൊക്കെ സുപ്രീം കോടതിക്ക് പറയാനുള്ള അവസരം ഉണ്ടായിക്കൊടുത്ത് നിങ്ങളല്ലേ. കാരണം സുപ്രീം കോടതി ആണെങ്കിലും എവിടെ ശക്തിയുണ്ട് അവിടെ അംഗീകാരമുണ്ട്. അത് കോടതിയാലും വീക്ഷിക്കും. അതിൽ ബാബരി മസ്ജിദ് ഇഷ്യൂവിൽ എന്താണ് കോടതി പറഞ്ഞത്? എല്ലാം പറയുന്നത് തെറ്റാണ്, കുറ്റമായിരുന്നു. എങ്കിലും പ്രത്യേക സാഹചര്യം കണക്കെടുത്ത് അത് ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കാം. എന്താണ് കോടതി പറഞ്ഞത്? അതല്ലെങ്കിൽ പ്രശ്നം ചിലപ്പോൾ സങ്കീർണമായേക്കാം, അത് ഒഴിവാക്കാൻ വേണ്ടിയാണ്. അത് ഈ മണ്ടന്മാരെ മുസ്ലിങ്ങൾ സമ്മതിക്കുകയും ചെയ്ത്. കാരണം അറിയുമോ, ഇത് നേരത്തെ സമ്മതിച്ചതെങ്കിൽ
ഈ സംഭവം മുസ്ലിം നേതാക്കൾക്ക് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇസ്ലാമിനെ സംബന്ധിച്ച് അനുവാദമില്ലാതെ പ്രവേശിച്ച ശേഷം അനുവാദം ഇല്ലാതെ ചെയ്യുന്ന ഒരേ ഒരു പ്രവൃത്തി മാത്രമേ ഉള്ളൂ. അതെന്തറിയോ? അന്യൻ്റെ പറമ്പിൽ നമ്മൾ കയറിയിട്ട് പറമ്പിൽ കൂടി കടന്നു പോകുമ്പോൾ ഓൺ ദ വേയിൽ പോകുമ്പോൾ നിർബന്ധ നമസ്കാരം കള്ള എന്ന് വെച്ചാൽ അത് അതിൻ്റെ സമയം കഴിയാൻ പോവുകയാണെങ്കിൽ അവിടെ മാത്രം അവൻ നിന്നുകൊണ്ട് തന്നെ കൈകെട്ടി പ്രാർത്ഥന നടന്നുകൊണ്ട് ചെയ്യണം. നിന്നുകൊണ്ട് കൈകെട്ടി നടന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അവൻ്റെ പറമ്പിൽ നിന്ന് കടന്ന് അപ്പുറത്ത് എടുക്കണം. ആ ഒരു സന്ദർഭത്തിൽ മാത്രമേ അന്യൻ്റെ സ്ഥലത്ത് ഒരു മുസൽമാന് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല ഒരു കാരണവശാലും അന്യൻ്റെ വസ്തു കയ്യേറാനോ എടുക്കാനോ പറ്റില്ല, മുസൽമാന് പറ്റില്ല. അപ്പം പിന്നെ ഒരു മതസ്ഥാപനം ഒട്ടും പറ്റുമോ? 100% പൂർണ്ണം ബോധ്യമില്ലാത്ത ഒരു സ്ഥലത്തും ഒരു മതം സ്ഥാപനം ആരാധനയെ പണിയാൻ പാടില്ല. അതാണ് ഇസ്ലാമിക ലോ, മുസ്ലിം നിയമം. അപ്പം പിന്നെ ഒരു അമ്പലം പൊളിച്ച് പള്ളി പണിയില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ഇനി ഭരിക്കുന്ന രാജാക്കന്മാർക്ക് ഇസ്ലാമിക നിയമം അധികം അറിയണമെന്നില്ല. ഏത് ഭരണകർത്താക്കൾക്കും അവരുടെ ചില കാര്യങ്ങൾ എന്നല്ലാതെ താത്വികമായി ലോ അറിയണമെന്നില്ല. അപ്പോൾ അവർക്ക് ഉപദേഷ്ടാക്കളുണ്ട്, അഡ്വൈസറി ബോർഡ് മെമ്പർമാർ. അത് അന്നത്തെ കാലത്തോണ്ട് രാജ്യസദസ്സിൽ ഉപദേശകർ. അപ്പോൾ അവർ മതപരമായിട്ട് അറിവുള്ളവരായിരിക്കും. അവർ പറഞ്ഞു കൊടുക്കും, രാജാവേ അത് ശരിയല്ല. അപ്പോൾ ഒരു കാരണവശാലും മറ്റൊരു മതസ്ഥാപനം നിന്ന സ്ഥലത്ത് ഒരിക്കൽ ഒരു മുസ്ലിം ഒരു പള്ളി പണിയില്ല. അത് 100% കറക്റ്റാണ്. അങ്ങനെയെങ്കിൽ ബാബരി മസ്ജിദ് ഒരു അമ്പലം പൊളിച്ചായില്ല പണിത് എന്നുള്ളത് 100% സത്യമാണ്. അത് ഉറങ്ങിക്കിടക്കുന്ന വിളിച്ചു കൊടുത്താൻ പ്രയാസമില്ല, ഉറക്കം അഭിനയിച്ചെടുക്കുന്ന വിളിച്ചു കൊടുത്താൻ പ്രയാസമാണ്. കാരണം അവർ ബോധമുണ്ട്. അപ്പോൾ ഇത് ബോധത്തോടു കൂടി ഹിന്ദുവിലെ വർഗീയ തീവ്രവാദികൾ ചെയ്തതാണ്. അത് മനസ്സിലാക്കിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഏതായാലും ആയിരക്കണക്കിന് പള്ളികൾ ഇന്ത്യയിലുണ്ട്. ഇത് ഒരു പള്ളിയാണ്. അത് സ്വാതന്ത്ര്യ സമയത്തിന് മുൻപ് തന്നെ ആ വിഷയത്തിൽ വന്നു. വിഷയം ഉണ്ടാക്കിയെടുത്താണ് എല്ലാവർക്കും അറിയാം. എന്നാൽ അതങ്ങോട്ട് വിട്ടുകൊടുത്തിട്ട് വേറെ സ്ഥലത്ത് സർക്കാർ സ്വർണം കൊണ്ട് പള്ളി പണിത് തന്നെ സർക്കാരിൻ്റെ ചെലവിൽ സ്വർണം കൊണ്ട് ആദ്യമൊക്കെ ആണെങ്കിൽ അത് മന്ത്രി ചന്ദ്രശേഖരൻ പ്രധാനമന്ത്രിയായിരിക്കും. ചന്ദ്രശേഖർ പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് വേണം ചെയ്യാം, പ്രശ്നം തീർത്തല എയർപോർട്ട്. അന്നൊന്നും ഈ കള്ളന്മാരെ ബുദ്ധിയില്ലാത്ത കാക്കന്മാർ മുസ്ലിങ്ങൾ ഞാനിപ്പോഴും പറയണ ചെയ്തില്ല. പിടിച്ച് ബഹളുണ്ടാക്കി. അവസാനം എല്ലാം കഴിഞ്ഞപ്പോൾ എന്നാ നീ കൊണ്ട് പണ്ട് കൊങ്ങിണി പറഞ്ഞ പോലെ എന്നാ നീ കൊണ്ട് തിന്ന് എന്ന് പറഞ്ഞ പോലെ എന്നാ എന്തെങ്കിലും ചെയ്യുന്ന പറഞ്ഞ് മാറിയെന്ന് മണ്ടന്മാരെ. അതിനു വേണ്ടി ഇന്ത്യയിലെ മുസ്ലിം സമുദായം എത്ര ആയിരക്കണക്കിന് ആൾക്കാർ ജീവൻ കളഞ്ഞ് എത്ര കോടി രൂപയുടെ ഭൂസ്വത്ത് നശിപ്പിച്ചു. അതിൻ്റെ ആവശ്യമുണ്ടോ? കൗണ്ട് 10 ബിഫോർ ആക്ഷൻ. നമ്മളൊന്ന് ബുദ്ധിപൂർവ്വം ചിന്തിച്ചിരുന്നെങ്കിൽ അതന്ന് അവർക്കാണ് വിട്ടുകൊടുത്തിട്ട് സൗഹാർദ്ദമായിട്ട് പിന്നെ നമുക്ക് വേറെ എവിടെ സ്ഥലം തരും, പള്ളി പണിത് തരുമായിരുന്നു. ഇന്ന് സ്ഥലം തന്നതിനെ കുറിച്ച് അറിയില്ല, ഏതോ ചെളിക്കോട്ടൊക്കെയല്ലോ. അങ്ങനെയാണെങ്കിൽ ഇന്നും കോൺഗ്രസ് ഭരിക്കുമായിരുന്നു, അല്ലെങ്കിൽ പക്ഷേ കമ്മ്യൂണിസ്റ്റ് ഭരിക്കുമായിരുന്നു. BJP വരില്ല. BJP വർഗീയ പാർട്ടി വരില്ല. അവർ വരുത്താനുള്ള കാരണം നിങ്ങളിൽ വിട്ടുകൊടുത്ത്. അതുപോലെയാണ് ഞാനിപ്പോൾ രാഹുലോട് പറയുന്നത്. എടോ രാഹുലേ, മണ്ടൻ രാഹുലേ, ഡൽഹിയിൽ ആം ആദ്മി ഭരിച്ചുകൊണ്ടിരുന്നില്ലെന്നോ? അവിടെ BJP ഭരണം കൊടുത്തു. ഡൽഹി നമ്മുടെ സ്ഥിരാ കേന്ദ്രമാണ്, ആസ്ഥാനമാണ്. അവിടെ BJP ഭരണം കൊടുത്തില്ലേ? അവിടെ വോട്ട് ശതമാനം നോക്ക്. ബുദ്ധിയില്ലാത്ത കഴുതകളെ, ഞാൻ അങ്ങനെ പറയുന്നത്, ബുദ്ധിയില്ലാത്ത കോൺഗ്രസിലെ കഴുത നേതാക്കളെ 4% വോട്ട് വ്യത്യാസമാണ് അവിടെ BJP ആം ആദ്മി തമ്മിൽ. 4% വോട്ട് കൂടുതലാണ് BJPക്കുള്ളത്. മറിച്ച് കോൺഗ്രസ് 6.786 വോട്ട് കഴിയില്ലേ? ഇത് 4 കഴിഞ്ഞ് ബാക്കിയാണ് 3% വോട്ട് കൂടുതലാണ്. അപ്പോഴും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും യോജിച്ചിരുന്നെങ്കിൽ, ഇനി യോജിച്ചെന്നില്ല പരസ്പരം എതിർക്കാതിരുന്നെങ്കിൽ BJP ഇവിടെ വരില്ല. അപ്പോൾ BJP ഭരണം കൊടുത്താൽ ഈ രാഹുലും ഈ ആം ആദ്മിയുടെ ആ കള്ളനൊക്കെ കൈക്കൂലി വാങ്ങിയെന്ന് ആരെങ്കിലും പറഞ്ഞ് കുറ്റം പറയാൻ പറ്റുമോ? അവർ 10,000, 10,000 കോടി രൂപ കിട്ടിയവർ കൈക്കട്ടിയോ? ഇനി ഭരണം കിട്ടിയാൽ കിട്ടിയില്ല എന്ത് കണക്കുകൾ ഉദ്ധരിക്കുകയാണ്. അപ്പോൾ ഒന്നുകിൽ ഇപ്പം അതിനെക്കുറിച്ച് പണ്ട് ഞങ്ങൾ പറഞ്ഞു, ഒന്നുകിൽ അയാൾ മണ്ടൻ അല്ലെങ്കിൽ ചാരനാകണമെങ്കിലും കുറച്ച് കഴിവ് വേണം, അല്ലാതെ എല്ലാവർക്കും ചാരനാകാൻ പറ്റില്ല. അപ്പം മണ്ടൻ തന്നെയാണ്. അത് രാഹുൽ മണ്ടനല്ലേ? ആരോ പറഞ്ഞു കേട്ട്
അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ധാരണത്തിന്റെ ഒരു പരസ്പരം മത്സരിക്കാതെ ഇരുന്നുവെങ്കിൽ BJP അതിൽ വരില്ല. ഹരിയാന പോവോ, മധ്യപ്രദേശ് പോവോ, രാജസ്ഥാൻ പോവോ, മഹാരാഷ്ട്ര പോവോ, UP പോവോ? ഇത്രയും അനുകൂലമായൊരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടായിട്ട് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന മണ്ട പ്രതിപക്ഷ പാർട്ടികളെ നിങ്ങൾക്കുണ്ട്. അന്നും ഞങ്ങൾ പറഞ്ഞു, ഇപ്പം എടുക്ക് നിലവിളിക്കുന്നു സുപ്രീം കോടതി അത് പറഞ്ഞതുകൊണ്ട്. എടോ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഈ മണ്ട എന്നൊന്ന് വെറുതെ പറഞ്ഞല്ല. ഐ ആം നോട്ട് മാഡ്. ഞാൻ മണ്ടനില്ല, ഞാൻ മണ്ടൻ അഭിനയിക്കും. അത് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ്. അതായത് നമുക്ക് മുൻപിൽ നമ്മുടെ തലമുറ ഒരു മാതൃക തന്നിട്ടുണ്ട്. അത് ജയപ്രകാശ് നാരായൺജിയാണ്. അല്ല, അവസാന നിമിഷം എന്തോ RSനൊക്കെ അല്പ സ്നേഹം തോന്നി കാണിച്ചു എന്ന് പരാതിയൊക്കെ ഉണ്ട്. ഓട്ടെ, ജയപ്രകാശ് നാരായൺജി എന്ന് പറയുന്നത് നമ്മുടെ പൂർവിക നേതാക്കൾ ഒരാളായി അദ്ദേഹം നമുക്കൊരു മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ കഴിവരുടെ മക്കളെ അല്ലെങ്കിൽ നികൃഷ്ടന്മാരെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഫോളോ ചെയ്തുകൂടാ? രണ്ട് കാര്യമുള്ള ലോകത്ത്, ഇൻവേർഷൻ ആൻഡ് ഇമിറ്റേഷൻസ് ആർ ടു ലെറ്റ്സ്. ഒന്ന് സ്വീകരിക്കുക, ഒന്ന് തള്ളിക്കളയുക. നമ്മൾ സംഭവം കണ്ടു കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ സ്വീകരിക്കുക, വേണ്ടത് വയ്ക്കും. മൂന്നാമത് ചാൻസ് ഇല്ല. അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പാടില്ലേ? ജയപ്രകാശ് നാരായണൻ മോശമാണോ? ഒരു കാക്കയാണോ നീ? രാഹുൽ മുസ്ലിങ്ങളുടെ പേരൊന്നും ഉച്ചരിക്കില്ല. അയാൾ തന്നെയുള്ള ഗഡ്സില്ലാത്ത ആളാണ്. നിങ്ങൾ പറഞ്ഞേൾക്ക് ഞാൻ വളരെ വളരെ വിഷമത്തോടി പറയാണ്, കുറ്റപ്പെടുത്താണ്. മണ്ടത്തിൽ കാണിച്ചിട്ടാണ്, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തില്ല. സംഘം ഒരുപാട് ഗുണം ചെയ്തെങ്കിൽ ഞാൻ പോയിട്ടും അത് വേറെ കാര്യം. നിങ്ങൾക്ക് ജയപ്രകാശ് നാരായൺജി ചെയ്തെന്താണ്? കോൺഗ്രസ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കോൺഗ്രസ് താഴെ ഇറക്കാൻ വേണ്ടി അദ്ദേഹം ഉൾപ്പെടെയുള്ള ഒരു ടീം വർക്ക് ചെയ്ത് അദ്ദേഹം ഒരു പാർട്ടി ഉണ്ടാക്കി, ജനതാ പാർട്ടി. ശരിയല്ലേടോ രാഹുലെ? അല്ലെങ്കിൽ ഇവരുള്ള കോൺഗ്രസ് ഗാർഗഡി ചോദിച്ചു നോക്ക്. ആ ജനതാ പാർട്ടി രൂപീകരിച്ചപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഒരു സ്ഥാനത്തും വരില്ല. വലിയ ഗാന്ധിജിയുടെ വലിയ ആളാണ്, അല്ല സോഷ്യലിസ്റ്റ് വലിയ ആളാണ് ജയപ്രകാശ്. ഞാൻ പറഞ്ഞ അവസാന നിമിഷം ചെറിയൊരു ചായ ഉണ്ടായെന്ന് പറയുന്നുണ്ട്. പോട്ടെ, ഞാൻ ഒരു സ്ഥാനം വഹിക്കില്ല. അദ്ദേഹം വഹിച്ചോ? ഇല്ല. മറ്റൊന്നും കൂടി പറഞ്ഞു, കോൺഗ്രസ് അല്ലാത്ത എല്ലാവരും ഇതിലുണ്ടായിരിക്കും. മസ്റ്റായിട്ട് പറഞ്ഞത്, അല്ല അൺലൈക്ലി കണ്ടീഷൻ ആയിട്ടില്ല, നിർബന്ധമായിട്ട് പറഞ്ഞത്. കോൺഗ്രസ് അല്ലാത്ത എല്ലാവരും ഇതിലുണ്ടാവും. രണ്ടും ശരിയല്ലേ? അവസാനം കോൺഗ്രസ് താഴെ ഇറക്കിയില്ലേ? ഈ പോയിന്റ് വിഡ്ഢികളെ, എൻ്റെ ഗാർഗ വിഡ്ഢികളെ, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു? ധൈര്യമായിട്ട് രാഹുലും ഗാർഗയും പറയണ്ടേ? എന്താ പറയേണ്ടത്? BJP ഒഴിച്ചുള്ള എല്ലാവരും ഇതിലുണ്ടാവും. തൽക്കാലം BJP താഴെ ഇറക്കാൻ വേണ്ടി മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ സഖ്യം ഉണ്ടാക്കണം. ആരുമായിട്ടും ഓൺലി വൺ ക്ലോസ്, BJP ഒഴിച്ച് ബാക്കി എല്ലാവരും ക്ഷണിക്കാം. വരുന്നൊരു പറ്റ, വരാത്തൊരു പോട്ടെ. അതിന് നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ സാധിക്കുന്നുണ്ടോ? തൃണമൂൽ കോൺഗ്രസ് പറ്റില്ല. ഏത് പ്രിയങ്ക? ആരുടോ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രിയങ്ക? വധേരയുടെ വധേരയുടെ ഭാര്യ അതിൽ കവിഞ്ഞ്. എന്താണ് പ്രിയങ്കക്കുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ? എന്ത് 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 പിന്നെ അറിവുണ്ട്? എന്ത് താത്യമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയം അറിയാം? ആ പ്രിയങ്ക പറയണ തൃണമൂലിനെ പറ്റൂല, മമതാ ബാനർജിനെ പറ്റൂല. അങ്ങനെയാണ് പറയേണ്ടത്. കോൺഗ്രസ് BJP ഒഴിച്ച് ബാക്കി എല്ലാവരെയും നമ്മുടെ കൂടെ ചേരും എന്ന് പറഞ്ഞ് ആരും ഒഴിവാക്കാതെ ഒരു പത്രപ്രസവം പിന്നെ ആരും ചേർക്കാൻ പരാതി പറയില്ല. അതിന് ഉദാഹരണം ഉണ്ടല്ലോ, മണ്ട ശിരോമണികളെ. ഞാൻ കോൺഗ്രസിന്റെ മണ്ടന്മാരെ പറഞ്ഞു. കാരണം കോൺഗ്രസ് ഇന്ത്യയിലെ വലിയ പാർട്ടി. BJPയേക്കാൾ വർഗീയമായ പാർട്ടിയായിരുന്നു ശിവസേന. BJPയേക്കാൾ വർഗീയം എന്ന് പറയാൻ കാരണം അവർക്ക് പ്രാദേശികവാദമില്ല BJPക്ക്. ഇത് പ്രാദേശികവാദം കൊണ്ട് ഈ ബോംബെയിലെ മലയാളി ഉൾപ്പെടെ ആയിരം ആൾക്കാരെ കൊന്നുകൊണ്ടിരുന്ന ഒരു രാജ്യദ്രോഹ പ്രസ്ഥാനമായിരുന്നു ശിവസേന. ആ പ്രസ്ഥാനം മാനസാന്തരപ്പെട്ടതിന് ശേഷം വന്നപ്പോൾ കോൺഗ്രസ് അവരെ സ്വീകരിച്ചു. അത് നമ്മുടെ VM സുധീരൻ പറഞ്ഞേ അത് പറ്റില്ല, അവർ വർഗീയ പാർട്ടിയാണ് പറഞ്ഞ. അങ്ങനെ ശരിയാണത്. പക്ഷെ എങ്കിലും ബി പ്രാക്ടിക്കൽ ചിന്തിക്കുമ്പോൾ മുഖ്യ ശത്രു തോൽപ്പിക്കുക, ചെറിയ ശത്രു കൂട്ടുപിടിക്കാറുണ്ട്. അങ്ങനെ ശിവസേന കോൺഗ്രസ് കൂട്ടുകൂടി കുറെ കാലം ഭരിക്കുകയും ചെയ്ത്. വലിയ കുഴപ്പമുണ്ടോ? ശിവസേനയേക്കാൾ വർഗീയ തീവ്രവാദമുള്ള ഏത് പാർട്ടിയാണോ ഇന്ന് ഇന്ത്യയിലുള്ളത്?
ഞാൻ കോൺഗ്രസിന്റെ മണ്ട ശിരോണിയോട് ചോദിക്കാണ്. നിങ്ങൾ ദയവായിട്ട് കിടന്ന് രാഹുലിനോട് ചോദിക്കാണ്, ഗാർഗിയോട് ചോദിക്കാണ്. ശിവസേനയേക്കാൾ വർഗീയ തീവ്രവാദിയെ ഏത് പാർട്ടിയാണ് ഇന്ത്യയിലോട്ട്? RSS വരില്ല. എന്താ കാരണം? RSS പറയുന്നതും പ്രാദേശികവാദം ഒരു പറയുന്നില്ല, ദേശീയവാദം പറഞ്ഞത്. ശിവസേന വർഗീയവാദം കൂടാതെ തന്നെ പ്രാദേശികവാദം പറഞ്ഞാളാണ്. മഹാരാഷ്ട്രക്ക് വേണ്ടി, ബോംബെക്ക് വേണ്ടി വാദിച്ച. അപ്പോൾ ശിവസേനയേക്കാൾ വർഗീയ തീവ്രവാദി ഒരു പാർട്ടിയും ഇന്ത്യയിലില്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ട് ശിവസേനയായിട്ട് കോൺഗ്രസ് സഖ്യമുണ്ടാക്കാൻ പറ്റി. ബാക്കി ഹൈദരാബാദിൽ നിന്ന് ഒരുത്തം വന്ന്, ആസാം ഒരുത്തം വന്ന്, കേരളത്തിൽ ഒരുത്തം വന്ന്, ഒന്നും പറ്റില്ല. അതാണ് നട്ടില്ലാത്ത വർഗം രാഹുല്. മുസ്ലിമെ കൂടെ നിർത്താൻ നിങ്ങൾക്ക് നട്ടിൽ ധൈര്യമില്ല. നിങ്ങളാണ് രാജ്യം ഭരിക്കാൻ പോകുന്നത്. എന്നിട്ട് സുപ്രീം കോടതി എന്നെ അങ്ങനെ പറഞ്ഞോളൂ, സങ്കടം വന്നിട്ടല്ലോ. കയ്യിൽ മോശം അതും പറയും, അത് മാത്രം തല്ലും കൊള്ളും. തല്ല് കൊള്ളാതിരിക്കും എന്ത് ചെയ്തയോ? നമ്മൾ വ്യക്തിത്വം കാണിക്കണം, നമ്മുടെ പൂർവിക ചെയ്ത കാര്യം കാണിക്കണം. നിങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഇത് അന്ന് ഈ ജയപ്രകാശ് നാരായൺ രാജ്യദ്രോഹിയൊന്നുമല്ല, വിദേശിയല്ല, ഇന്ത്യൻ പൗരനാണ്. ഇന്ത്യയിലെ എല്ലാവരും ഇഷ്ടപ്പെട്ട നേതാവാണ്. ആ ജയപ്രകാശ് നാരായൺ കാണിച്ച മാതൃക നിങ്ങൾക്ക് അനുകരിക്കാൻ പാടില്ലായിരുന്നോ? അതിനോട്ട് നിങ്ങളിത് അനുകൂലിച്ചില്ല. സ്വയം ബുദ്ധിയില്ല, സമ്മതിച്ചു. ഈ രാഹുലും ഗാർഗിക്കും സ്വയം ബുദ്ധിയില്ല. അതൊരു രാഷ്ട്ര മീമാംസകനോ അല്ലെങ്കിൽ ബുദ്ധിരാക്ഷന്മാരോ ഫിലോസഫിസ്റ്റോ സൈക്കോളജിസ്റ്റോ ഒന്നുമല്ല, ശാസ്ത്രജ്ഞന്മാരൊന്നുമില്ല. ഓക്കെ, കാൻഷിറാമെ പോലെയോ കാൻഷിറാമെ പോലെയോ അല്ലെങ്കിൽ അംബേദ്കർ പോലുള്ള ബുദ്ധിജീവികളല്ല ഈ രാഹുലും ഗാർഗിയൊക്കെ, സമ്മതിച്ചു. പക്ഷെ നിങ്ങൾക്ക് ബുദ്ധിയുള്ളവർ കാണിച്ച പാത പിന്തുടരാൻ പാടില്ലേ? അതൊന്നും ചെയ്തോ? അത് ചെയ്യാതെയാണ് ഇപ്പം എന്നിട്ട് നിലവിളിക്കണായിട്ട് 20% വരുന്ന മുസ്ലിങ്ങളുടെ കാര്യം പറയുമ്പോൾ രാഹുലും മിണ്ടാൻ പറ്റൂല. കേരളത്തിൽ 40% മുസ്ലിങ്ങളുണ്ട്, അവരും മിണ്ടാൻ പറ്റൂല. അപ്പോൾ എന്താ മനസ്സിലായി? അപ്പോൾ BJP ചെയ്തതിൽ തെറ്റാണെന്ന് പറയുമെങ്കിൽ നിങ്ങളുടെ നില നിങ്ങൾ ക്ലിയർ ആക്കണം. എൻ്റെ നില ക്ലിയർ ആക്കിയാൽ എനിക്ക് നിങ്ങളെ ഉപദേശിക്കാൻ പറ്റുള്ളൂ. ഇന്നൊരു മഹാൻ പറഞ്ഞു. ആ മഹാൻ പറഞ്ഞതാണ് ഈ കെ മുരളീധരനെ കുറിച്ച്. കെ മുരളീധരനല്ല, BJPയുടെ മുരളീധരനെ കുറിച്ച് പറഞ്ഞാണ്. ഒരു പുണ്യവാളുണ്ടായി. ആ പുണ്യവാൾ അദ്ദേഹം ഗുരുദേവനാണോ പിന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസനാണ്? അത് രണ്ടുമല്ല. കാഞ്ഞിരമറ്റത്തുള്ള ഫരീദുദ്ദീൻ മൗലവി എന്ന പുരോഹിതാണ്. എന്തുകൊട്ടെ ആരാധോട്ടെ ഓർമ്മി അദ്ദേഹം എന്താ പറഞ്ഞറിയോ? ഒരു മകനും അമ്മയും കൂടി അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു. ഇന്നിപ്പോൾ 5 മിനിറ്റ് പറഞ്ഞ ഇതിനു മുമ്പ് കേട്ടാ വന്നപ്പോൾ പറഞ്ഞ്, ഗുരു എൻ്റെ മകൻ കൂടുതൽ പഞ്ചസാര അല്ലടോ, അന്നൊന്നും പഞ്ചസാരയുണ്ട്, ചക്കര എന്നാണ് നമ്മുടെ നാടൻ ചക്കര കൂടുതൽ കഴിക്കുകയാണ്, അതുകൊണ്ട് അവിടെ ഒന്ന് പറഞ്ഞ് ഉപദേശിക്കുന്നു പറഞ്ഞു. ഓ, സമ്മതിച്ചു. നിങ്ങൾ പോയിട്ട് ഒരാഴ്ച വരാൻ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് വന്നപ്പോൾ കൊച്ചിന് തലയിൽ കൈ വെച്ചുകൊണ്ട് പറഞ്ഞു, മോനെ മധുരം കഴിക്കും നല്ലതല്ല എന്ന് പറഞ്ഞ് അമ്മയും മകനെ പറഞ്ഞു വിട്ടു. ഇത് രണ്ടും കണ്ട ശിഷ്യന്മാരിൽ ഒരിടത്തും ചോദിച്ചു, എന്താണ് ഗുരു അങ്ങനെ ചെയ്തു ഒരാഴ്ച സമയം പറഞ്ഞത്? അത് മറ്റൊന്നുമില്ല, ഈ കുഞ്ഞിനെ കൊണ്ട് അമ്മ വരുമ്പോൾ ഞാൻ കൂടുതൽ മധുരം കഴിക്കുന്ന ആളാണ്. അതാണല്ലോ കാഞ്ഞവത്തി ചക്രക്കഞ്ഞി വിൽപ്പനക്കുള്ളത്. അത് ചക്രക്കഞ്ഞി ഉണ്ടാക്കി അവിടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അവിടുത്തെ ഈഴ സഹോദരന്മാരാണ്, മുസ്ലിങ്ങൾ പോലും ഇല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞറിയോ, ഞാൻ കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് ഞാൻ മറ്റാൾ ഉപദേശിച്ചാൽ അത് മാന്യതയില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരാഴ്ച കൊണ്ട് അത് ക്രമേണ കുറച്ചതിന് ശേഷം ഞാൻ ഉപദേശിച്ചപ്പോൾ ആൾ കേട്ടു എന്ന്. ഇപ്പോൾ കൊച്ചുണ്ണി മാഷ്, ആദ്യത്തെ മേയർ എൻ്റെ ഓർമ്മ, കൊച്ചുണ്ണി മാഷ് അറിയപ്പെടുന്ന അത് കോൺഗ്രസ്. അദ്ദേഹം എൻ്റെ ഒരു പരിപാടി വന്നപ്പോഴേ അങ്ങനെ പിന്നെ ആൾക്കാർ അംഗീകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്ന് കൊച്ചുണ്ണി മാഷേ, നമ്മൾ മാതൃകയാണെങ്കിൽ നമ്മൾ പറയുന്ന ആരും കേൾക്കും. നമ്മൾ മാതൃകയാക്കണം. ഏതുപോലെയാണ്? ഒരു സ്ത്രീ റോഡ് നടന്നു പോകുമ്പോൾ അവൾ ചാരിത്രത്തിലും സ്ത്രീത്വത്തിലും വിശ്വാസമുള്ളതാണെങ്കിൽ അവളെ ഒരു പുരുഷനും ഒന്നിൽ കൂടുതൽ നോക്കൂല. ഒരു പ്രാവശ്യം നോക്കും ആരെന്നറിയാൻ വേണ്ടി. പക്ഷെ ഇന്ന് നടന്നു പോകുന്ന സ്ത്രീകളിൽ 90% എന്നെ കൂടുതൽ ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടിയാണ് തോന്നുന്നത്. അപ്പോൾ ആൾക്കാർ നോക്കും, അതുപോലെ മാതൃക കാണിക്കും. അപ്പോൾ ഈ രാഹുൽ മാതൃക കാണിക്കാൻ പറ്റിയ ആളായിരുന്നു നമ്മുടെ ജയപ്രകാശ് നാരായൺജി. ഇത് നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടുന്നുണ്ട്? ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ അതിനുശേഷം പലരും പറഞ്ഞു, നമ്മുടെ ഒരു ബോർഡ് ഓഫ് സെക്യൂരിറ്റി ഫോഴ്സ് BSF അതിലൊരു ജവാൻ അന്തർദേശീയ അതിർത്തിയായ പാകിസ്ഥാനിലേക്ക് അടുത്ത് വന്നപ്പോൾ അവിടെ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. അവിടുത്തെ അതിർത്തി പോലീസ് ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ അതിർത്തി കടന്നപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്തു. നമുക്കുണ്ടിലൂടെ പട്ടാളവും പോലീസൊക്കെ. ഈ ആൾക്കാർ പാകിസ്ഥാനിൽ വന്നാണെങ്കിൽ വന്നതാട്ടെ 250 കിലോമീറ്റർ യാത്ര ചെയ്ത് ഇവിടെ വന്ന് ആയുധങ്ങളുമായിട്ട് വന്ന് 10-26 പേരെ വെടിവെച്ച് കൊന്നെങ്കിൽ
നമ്മുടെ സെക്യൂരിറ്റി ഫോഴ്സ്, നമ്മുടെ സുരക്ഷ വിങ് 4-5 ലക്ഷം കോടി രൂപയിട്ട് പിന്നെ ആഭ്യന്തര സുരക്ഷ വേണ്ടി ഉപയോഗിക്കുന്ന, നമ്മുടെ പണം ഉപയോഗിക്കുന്ന നമ്മുടെ പട്ടാളത്തിന് എന്തേ സുരക്ഷ നോക്കാൻ പറ്റിയില്ല? എന്തേ സെക്യൂരിറ്റി ഉണ്ടായില്ല? അപ്പൊ ഇതൊക്കെ ചില കാര്യസാധ്യത്തിന് വേണ്ടി കണ്ണടിച്ച് അനുകൂലിച്ചതാണ്. ഇത് മാത്രമല്ല, ഇതുപോലെ പല സഭകളും ഇതെന്തെങ്കിലും പറഞ്ഞു പോയ ഉടനെ അവൻ പാകിസ്ഥാൻ ചാരനാണ്, അല്ലെങ്കിൽ പാകിസ്ഥാൻ അനുകൂലിയാണ്, ജിഹാദി എന്നൊക്കെ പറയും. അതൊക്കെ വിവരമില്ലാത്ത കഴുതകൾ. നമ്മൾ തുറന്നു പറയും, രാജ്യത്തെ സ്നേഹിച്ചുകൊണ്ട് തന്നെ, രാജ്യത്തെ നിലനിൽപ്പിന് വേണ്ടി ജീവൻ കൊടുത്തുകൊണ്ട് തന്നെ നമ്മളിത് പറയും. അങ്ങനെ പല സഭകളും, ഞാനൊന്നും പേരെടുത്ത് പറയുന്നില്ല, ഞാൻ അത് തെളിവ് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ അത് കഴിഞ്ഞ ഉടനെ തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രി മോഡിജി ബീഹാറിൽ പോയി രാഷ്ട്രീയ യോഗത്തിൽ പ്രസംഗിച്ച് അർമാദിക്കാണ്. എന്തൊരു വിരോധാഭാസം നോക്കി. അതിവിടെ വഖഫിന്റെ പരിഷ്കരിച്ച ബില്ലിനെതിരെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ജനതയുടെ നേതാക്കൾ ഈ സംഭവിച്ച 3 ദിവസത്തേക്ക് സമരം എല്ലാം മാറ്റിവെച്ചവർ. അത് നമ്മുടെ പ്രധാനമന്ത്രി നേരെ പോയി ഇലക്ഷൻ ബിങ്കിൽ പ്രസംഗിക്കായിരുന്നു. അപ്പം വോട്ട് കിട്ടാനുള്ള എല്ലാ നീചമായ പ്രവൃത്തി ചെയ്യുമെന്നുള്ളതിന് തെളിവ് പലതുകൊണ്ട് ഇപ്പോഴും ഇനിയുണ്ട്. ഇതിനൊക്കെ കാരണം മോഡിക്ക് ശക്തി വരുന്നവരാണ് ഇവിടുത്തെ കോൺഗ്രസ് നയിക്കുന്ന പ്രതിപക്ഷ പാർട്ടികളാണ്. അവർ കടമ നിർവഹിക്കുന്നില്ല. അവർ കടമ നിർവഹിച്ചിരുന്നു എങ്കിൽ ഈ മോഡിയോട് അനങ്ങില്ല, BJP അനങ്ങില്ല, സംഘപരിവാർ അനങ്ങില്ല. കാരണം അവിടെ ശക്തിയില്ല അനങ്ങാൻ പറ്റുള്ളൂ, ശക്തി ഉണ്ടാവില്ല. ഇന്ത്യയിൽ ഞാൻ പറഞ്ഞില്ല, ആകെ ഉള്ളതിൽ 10% മാത്രമാണ് BJPക്ക് ആകെ വോട്ടർമാരിൽ വോട്ട് ചെയ്തൊരു എണ്ണവും ആകെ ജനസംഖ്യ എടുത്തു നോക്കിയാൽ 10% മാത്രമാണ് BJPക്ക് അനുകൂലമുള്ളത്. 30% വോട്ടുണ്ട്, പക്ഷെ അതിൽ 60% വോട്ട് ചെയ്യുന്നില്ല. പലകുണി ഞങ്ങൾ കണക്ക് പറഞ്ഞു 10% ഉള്ളൂ. 10% മാത്രം അനുഭവമുള്ള ഇന്ത്യയിൽ ഇവർ ഇത്രയും മോശമായ രീതിയിൽ പെരുമാറണമെങ്കിൽ ഒരു 30% വന്നാൽ എന്തായിരിക്കും അവസ്ഥ? രാഹുലിന് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? പ്രിയങ്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഈ പ്രിയങ്ക രാഹുലിനെ കുറ്റം, നിങ്ങൾ എന്ത് നേടിക്കോ, പ്രധാനമന്ത്രി ആയിക്കോ, അതൊന്നും യാതൊരു തടസ്സമില്ല. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ വീണ്ടും പറയട്ടെ, 541 സീറ്റുള്ള ഇന്ത്യൻ പാർലമെന്റിലേക്ക് നിങ്ങൾ മണ്ടന്മാരല്ലെങ്കിൽ നിങ്ങൾ ഈ കേരളത്തിൽ വന്ന് ലീഗിന്റെ കാലിന്റെ അടിയിൽ കിടന്ന് ജയിച്ച് അറുമാദിക്കുമോ? 272 സീറ്റ് കിട്ടണ്ടേ? അത് ഉണ്ടാക്കാൻ പറ്റുമോ? ഞാൻ രമേശ് ചെന്നിത്തലയോട് പറഞ്ഞു, രമേശ് ചെന്നിത്തല ഹരിപ്പാട് മത്സരിക്കുമ്പോൾ 14,000 വോട്ട് ഭൂരിപക്ഷം, വേറെ ആരും മത്സരിക്കുമ്പോൾ 2,000 കിട്ടുള്ളൂ. അപ്പോൾ ഈ 15,000 വോട്ട് അവിടെയാണ്, അവിടുത്തെ സംഘപരിവാറിന് വോട്ടാ. ഒരു കുഴപ്പമില്ല, കാരണം രമേശ് ചെന്നിത്തല ഹരിപ്പാടിൽ മുസ്ലിം ശല്യമൊന്നുമില്ല, വളരെ കുറച്ച് മുസ്ലിങ്ങളുള്ളൂ, ക്രിസ്ത്യൻസ് വളരെ കുറച്ച്, ഹിന്ദു ഭൂരിപക്ഷ മേഖല. പക്ഷെ ഹരിപ്പാടിൽ നിന്ന് രമേശ് ചെന്നിത്തലക്ക് കേരള അസംബ്ലിയിലേക്ക് എത്തിയാൽ മതിയെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ 71 സീറ്റ് കിട്ടണ്ടേ? അല്ല, ഒന്ന് ഹരിപ്പാട് വെച്ചാൽ ബാക്കി 70 സീറ്റിൽ ജയിക്കണ്ടേ? അവിടെ ജയിക്കും. ഇവിടുത്തെ നിങ്ങളുടെ ഈ തട്ടിപ്പ് അല്ലെങ്കിൽ തന്ത്രം മറ്റുള്ളവർ ഉപയോഗിക്കും. അപ്പോൾ അവിടെ വോട്ട് മറിച്ചു പോകും. അവർ നമ്മുടെ കോട്ടയത്തുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സോഫ്റ്റ് കോർണർ കാണിക്കുകയാണ് RSSനോട്. അത് നായർ വിഭാഗത്തിൽ പൊതുവെ ഒരു സോഫ്റ്റ് കോർണർ. ഞാൻ കുറ്റപ്പെടില്ല, അവർ ഒരു രാഷ്ട്രീയ പാർട്ടി ആയിട്ടല്ല കാണുന്നത്. RSSകാർ നായർ വിഭാഗം കാണുന്നത് അതൊരു സാംസ്കാരിക വിങ്, നമ്മുടെ സംരക്ഷണം എന്നുള്ള രീതിയിൽ. അത് ശരിയാണ്, ഞാൻ കുറ്റപ്പെടുന്നില്ല. അതുപോലെ അപ്പോൾ കോട്ടയം മാത്രമല്ല, ബാക്കി 70 സീറ്റ് കിട്ടണ്ടേ? അതാണ് മണ്ടത്തെ കാണിക്കുന്നത്. അത് ചിന്തിക്കില്ലേ? ഇപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ ആകെ 100 വോട്ടിൽ 1 വോട്ടാണ് കേരളത്തിൽ നായർന്ന് കിട്ടുന്നത്, 1 വോട്ടാണ് ഈഴവന് കിട്ടുന്നത്, 4-5 വോട്ടാണ് ക്രിസ്ത്യാനിറ്റി കിട്ടുന്നത്. എന്നിട്ട് അവരെല്ലാം മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കുമ്പോൾ ഈ 40% വോട്ട് ചെയ്യുന്നവർ എതിര് പറയുന്നില്ലെന്നേ. ഞാൻ ഇന്നലെ പാർലമെന്റ് പറഞ്ഞതാണ്, എന്താണ് മുഖ്യമന്ത്രി വേണം, നിർബന്ധം വേണ്ട, അത് ആരിരിക്കട്ടെ. അപ്പം ഞങ്ങൾക്ക് ചില കാഴ്ചപ്പാടുണ്ട്, മുസ്ലിം ലീഗിൻ്റെ കാഴ്ചപ്പാട് ഞങ്ങൾക്ക്. അതായത് സവർണ ഹിന്ദു തന്നെ ആയിരിക്കണം ഞങ്ങൾ നയിക്കേണ്ടത്, ഇത് ഭൗതികമായിട്ട്, ആത്മാവില്ല. എന്താ കാരണം, അവർക്ക് നട്ടിലുള്ളൂ, ആത്മാഭിമാനമുള്ളൂ, നമ്മുടെ ശാസ്ത്രിയെ പോലെ, നെഹ്റുവിനെ പോലെ. പക്ഷേ പിന്നൊക്കെ ഹിന്ദു ആയാലും ന്യൂനപക്ഷ ക്രിസ്ത്യാനി, ന്യൂനപക്ഷ മുസ്ലിം ആയാലും അവർക്ക് മുഴുവൻ വ്യക്തിത്വം ഉണ്ടാവില്ല, മുഴുവൻ നട്ടിലുണ്ടാവില്ല. അവർ ആന്റണിയെ പോലെ ഞാൻ കാണിക്കും, ഇപ്പോൾ രാഹുൽ കാണിക്കും പോലെ. രാഹുലിനൊക്കെ മുഖത്ത് നോക്കിയിട്ട് ഒരു രാഹുൽ 20% വോട്ട് എന്ന് പറഞ്ഞാൽ അത് N ബ്ലോക്ക് നിങ്ങൾക്ക് മാത്രം കിട്ടുന്നതാണ്. ആ 20% വോട്ട് ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും സമുദായത്തിലുണ്ടോ?
ഭൂരിപക്ഷ സമുദായം, പിന്നോക്ക സമുദായം, ദളിത് സമുദായത്തിലുണ്ടോ? വോട്ട് ചെയ്തതിന് മുഴുവൻ കിട്ടുന്നുണ്ടോ? ഇത് 99.9% വോട്ടും ഈ 20% കിട്ടുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന മുന്നണിക്കാണ്. എന്നിട്ട് എന്തേ നിങ്ങൾ അവരെ കുറിച്ച് ഒരു വാക്ക് ചിന്തിക്കാത്തത്? ഞാൻ പോലെ ബീഹാറിൽ ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്ത് അവിടെ ദളിത് അവിടെ ബീഹാർ പ്രദേശ് കോൺഗ്രസിനെ ആകാൻ ശ്രമിക്കുന്നുണ്ട്. മറ്റ് പല സംസ്ഥാനങ്ങളുണ്ട്. ഒരു സംസ്ഥാനങ്ങളിലും ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, നിർത്താൻ പോകണം സമയമൊക്കെ. ഒരു സമയം അതായത് മുസ്ലിം പാർട്ടി അല്ലാതെ ഏതെങ്കിലും പാർട്ടിയിൽ ഇന്ന് ഇന്ത്യയിൽ ഒരു സംസ്ഥാന പ്രസിഡന്റ് ഉണ്ടോ? മുസ്ലിം നയിക്കുന്ന ഇപ്പോൾ കാശ്മീരിൽ അല്ലെങ്കിൽ മറ്റേ ഒക്കെ ഉണ്ടോ? അങ്ങനെ ഉണ്ടതാണ് ഹാജി മൊയ്തീൻ ഷാ രാഷ്ട്രീയ ജനതാദളിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിട്ട്, ആദ്യത്തെ സംസ്ഥാന പ്രസിഡന്റായിട്ട് എന്നെ നിയമിച്ചത്. അത് ഞാൻ തന്നെയാണ്. എന്നിട്ട് ആ മൊയ്തീൻ ഷാ ആ സ്ഥാനത്ത് മാറ്റപ്പെടി പഞ്ചാബിൽ ഒരു സിംഗ് 6 മാസത്തോളം രജിസ്ട്രേഷൻ പുറത്ത് എൻ്റെ ഓഫീസിൽ വന്നു. എനിക്കിത് മനസ്സിലായി. ഞാൻ വേണ്ടാതെ എനിക്ക് വലിയ താല്പര്യമില്ല, അത് പോയിക്കോട്ടെ, എനിക്ക് ഇന്നത്തെ പോലെ അതൊന്നും നമ്മൾ ഉദ്ദേശിച്ചില്ലല്ലോ. അങ്ങനെ മാറ്റി അത് ഒരു തൃശ്ശൂർക്കാർ രാധാകൃഷ്ണൻ വൈപ്പിൻ ഭാഗത്തിൽ കുറേ RSS 2 വണ്ടി നടത്തി ട്രിവാൻഡ്രത്ത് വോട്ട് കൊണ്ടിട്ട് അവർക്കത് മെമ്പർഷിപ്പ് ചേർത്ത് വോട്ട് ചെയ്ത്. അപ്പം ഞാൻ പറഞ്ഞു മത്സരത്തിൽ ഞാനില്ല, നിങ്ങൾ പ്രസിഡന്റ് ആയിക്കുന്നത്. എന്നിട്ട് 1 മാസം കാത്തിരുന്ന പുള്ളി എന്നെ മാറ്റാതെ രാധാകൃഷ്ണൻ കൊടുത്തില്ല. കാരണം എന്നെ 1 മാസം കാത്തിരുന്നാണ് എന്നെ പ്രസിഡന്റ് ആക്കിയത്. അപ്പോൾ ലാലുവിൻ്റെ അവിടെ വിളിയുണ്ടായി. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പുള്ളിക്ക് പാർട്ടിയല്ല ഇഷ്ടം, അവർക്ക് പുള്ളി സ്ഥാനമാണ് കൊടുത്തോ, എനിക്ക് പാർട്ടിയെ വിട്ടു, പാർട്ടിയൊക്കെ നിന്നാകണത്. അങ്ങനെ പോയത്. അന്ന് 27 MP രാജ്യസഭയിൽ 2 സഭയിലും കൂടി. ഇന്ന് 4-5 ഒറ്റേ ഉള്ളൂ. അതാണ് ഇപ്പോൾ കോടികൾ മുടക്കി നമ്മുടെ സുമ ചേർന്ന്. അത് എന്ത് കിട്ടി? അപ്പം ഇങ്ങനെ ഒതുക്കൽസ് അതൊന്നും മനസ്സിലാക്കാനുള്ള അടിപൊളിക്ക് മനസ്സിലാക്കാൻ കഴിവില്ല ഇവിടുത്തെ. ഇപ്പോൾ അൻവറിൻ്റെ അല്ല, അൻവർ കാണിച്ച മണ്ടത്തെ പോകാനല്ലേ. അൻവർ എന്തൊക്കെ പറഞ്ഞാലും അൻവർ 2 പ്രാവശ്യം MLA ആയ ഒരു മനുഷ്യല്ലേ. ഇപ്പൊ തൃണമൂൽ കോൺഗ്രസ് പഞ്ചായത്ത് മെമ്പർ ഭാഗത്തെ ചില കഴുതുകളാണ് അൻവറിന് ഇവൻ എന്നൊക്കെ പറഞ്ഞത്. അവര് പഞ്ചായത്ത് മെമ്പറും ആയിട്ടില്ല, അതൊക്കെ അവസ്ഥ കൊടുത്തിട്ടില്ലേ. അതാണ് ഇവിടെ ഇരിക്കേണ്ടിടത്ത് ഇരുന്നാലും എഴുന്നേൽക്കേണ്ടി വരില്ല. നമ്മൾ ഗീവ് റെസ്പെക്റ്റ്, ടേക്ക് റെസ്പെക്ട് പറയും. നമ്മൾ ബഹുമാനം കൊടുത്താൽ നമുക്ക് ബഹുമാനം കിട്ടും. അതുപോലെ ഈ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയ ചാടിയ നേരം കൊണ്ടൊക്കെ അൻവറെ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ കേരളത്തിൽ 2 മുന്നണിയാണുള്ളത്, 3ാമത്തെ മുന്നണിക്ക് പ്രസക്തിയില്ല. അപ്പോൾ നിങ്ങൾ LDF വിട്ട് നിങ്ങൾ ഉടനെ ആശ്രയിക്കേണ്ടത് UDF-നാണ്. അപ്പോൾ നിങ്ങൾ ഉടനെ വന്ന് UDF-ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ നിന്ന് അവരെ കെയർഫുൾ നിന്നിട്ട് വേണം പ്രവർത്തിക്കാൻ. ഇത് നിങ്ങൾ എന്തെല്ലാം മണ്ടത്തിൽ കാണിച്ച്, അതാണ് അഹങ്കാരം. ഒന്ന് അറിവില്ലായ്മയും പണവും വന്ന പിന്നെ ആ വ്യക്തി മോശമാകും. വലിയ കാര്യമുണ്ടോ? അറിവില്ലായ്മയുടെ ഒപ്പം തന്നെ പണം കൂടി വന്നാൽ അവന് വളരെ മോശമാകും. അതൊരു ഉദാഹരണം ഈ അൻവർ എന്തെല്ലാം കളി കളിച്ച്, ഏതെല്ലാം ചിന്തിച്ച്, അതൊക്കെ നമ്മുടെ വ്യക്തിത്വം പോകാൻ ചിന്തിച്ചോ? ഇപ്പോൾ ലീഗിൻ്റെ പറയും ഇത് കാല് പിടിക്കണ്, കോൺഗ്രസ് കാല് പിടിക്കണ്. അങ്ങനെ കാല് പിടിക്കുന്ന ആവശ്യമില്ല. നിങ്ങളൊരു MLA അല്ലേ. അത് MLA അങ്ങനെ പെട്ട് രാജിവെക്കേണ്ട ആവശ്യമില്ലായിരുന്നു. രാജിവെച്ചാൽ കളിക്കേണ്ടത്. അത് നിങ്ങൾ മണ്ടത്തരം കാണിച്ച്. എടോ MLA എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാൽ ആ ഒരു സ്ഥാനം കൊടുത്തേ, സർക്കാർ റെപ്രസെൻറ്റേറ്റീവ് അല്ലേ, അത് സ്ഥാനമുണ്ട്. അത് നിങ്ങൾ പെട്ട് രാജിവെച്ച് മണ്ടം ആലോചിച്ച്, എന്നിട്ട് പകരം നിങ്ങൾ എന്ത് ചെയ്ത്, എന്താ കളിച്ച്? എനിക്ക് നിങ്ങളെയൊക്കെ ഈ മതിലിട്ട് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന സങ്കടം എന്താണ്? എൻ്റെ വർഗത്തിൽപ്പെട്ട ഈ സമുദായത്തിൽപ്പെട്ടവരൊക്കെ ഇങ്ങനെ ഒറ്റപ്പെട്ട് തകർന്നുള്ളൂ. ഞാൻ അധികാരത്തിൽ മോഹിക്കുന്നില്ല, ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഞാൻ ആകുന്നില്ല, ആകെയില്ല. എനി കോസ്റ്റ് ഏത് സാഹചര്യത്തിലും ഞാനൊരു പഞ്ചായത്ത് മെമ്പർ പോലും ആവില്ല. കാരണം അറിയോ, ജനങ്ങളെ സേവിക്കണമെങ്കിൽ അറിവ് വേണം. അത് യൂണിവേഴ്സൽ അറിവ് മതി. യൂണിവേഴ്സിറ്റി നോളജ് വേണമെന്നില്ല. അതായത് സർവകലാശാല അറിവ് വേണമെന്നില്ല. ലോക അറിവുണ്ടായാൽ മതി. യൂണിവേഴ്സൽ നോളജ് പറഞ്ഞത് ലോക പരിചയം ഉണ്ടാകും. അതല്ലെങ്കിൽ നമ്മളുടെ ഓഫീസിൽ കയറി ചെന്ന് അവിടുത്തെ ഓഫീസർ പറയണ്ട അതിങ്ങനെയല്ല സാറേ എന്ന് പറഞ്ഞാൽ നോ നിങ്ങൾ പറഞ്ഞല്ലേ ശരി, ഇതിങ്ങനെയാണ് എന്ന് പറയണമെങ്കിൽ നമുക്കറിവ് വേണം. അത് ഡിഗ്രി ഒന്നുമില്ല, ആ അറിവ് പരന്ന വായന മതി, കിട്ടും. അത് വേണം. അതില്ല, കാണിച്ചില്ല. അതാണ് അപകടം. നിങ്ങൾ കാണുന്ന മണ്ടത്തിൽ കാണിക്കുമ്പോഴേ നിങ്ങൾക്ക് അധികാരം കിട്ടിയതൊരു അധികാരം ആഗ്രഹിച്ചു രാഷ്ട്രീയത്തിൽ വരുതാ. ഞാൻ ഒരു അധികാരം ആഗ്രഹിക്കുന്നില്ലെന്നേ. ഞാനല്ലേ ഒരു സ്ഥാനമാനം ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് എൻ്റെ പേരിലേക്ക് സ്ഥാനം വരുന്നത്. ഈ RJ പ്രസിഡന്റായിട്ട് ഞാൻ ആഗ്രഹിച്ചില്ല, പക്ഷെ ലാലു എന്നെ വെച്ചാൽ അതിനൊക്കെ പല കാരണമുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്നത്. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഓ മാൻ യു ആർ എ സ്ലേവ്, ഓ മാൻ യു വാണ്ട് മണി. അല്ലയോ മനുഷ്യൻ നീ അടിമയാകുന്നു, അല്ലയോ മനുഷ്യൻ നീ പണം ആഗ്രഹിക്കുന്നു. കറക്റ്റ് അല്ലേ? അപ്പം നിങ്ങൾക്ക് പണം എന്ന അധികാരം, പദവി, അത് പണമുള്ള പദവിയുടെ
അപ്പം നിങ്ങൾ കളിക്കുന്ന കളി ഇങ്ങനെയല്ല. മൊയ്തീൻ ഷാ കളിക്കുന്ന മണ്ടം കളിക്കുന്നല്ലോ. നമുക്ക് അധികാരം ആവശ്യമില്ല, അധികാരത്തിൻ്റെ അടുത്തോലും ആവശ്യമില്ല. നമ്മൾ മോശമാവും. ജനങ്ങൾ ഇപ്പം ഗാന്ധി പഞ്ചായത്ത് മെമ്പറായിട്ടാണോ ലോകം അറിയുന്നതും അല്ലെങ്കിൽ ജനങ്ങൾ സേവിച്ചൊക്കെ. ഞാൻ ഗാന്ധി ഊഹിക്കല്ല. അപ്പോൾ ജനങ്ങൾ സേവിക്കണമെങ്കിൽ നമുക്ക് നോളജ് വേണം. ഇത് കോമൺ നോളജ്, പൊതുവിജ്ഞാനം വേണം. അതാണ് അല്ല എം എൽ എ പാർലമെന്റ് പഞ്ചായത്ത് മെമ്പർ പോലും ആഗ്രഹിക്കുന്നത്. പക്ഷെ നിങ്ങളല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥാനമാന ആ കളി തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടും BJP പോലുള്ള ഈ വ്യക്തിത്വങ്ങൾക്ക് ആ തെറ്റ് ചെയ്യാനും ഇതുപോലെ തോന്നിയാസം കാണിക്കുന്ന നിങ്ങൾ അവസരം കൊടുക്കുകയെന്ന് പറയാണ്. ഇവിടെ കാണുന്നു കേൾക്കുന്നു വെച്ച് നോക്കിയാൽ ഇന്ന് ദീപിക പത്രത്തിൽ മുഖപ്രസംഗത്തിൽ 2-3 വരികൾ ഞാൻ വായിച്ചു. ദീപിക പത്രമല്ലോ കത്തോലിക്ക സഭയുടെ മുഖപത്രമാണ്. ലോകത്ത് സർവ്വ കുഴപ്പങ്ങൾ കാരണം മുസ്ലിങ്ങളാണെന്ന് എന്തൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോൾ ദീപിക പത്രമൊക്കെ പള്ളിയിൽ കുറേ ആൾക്കാർ പോകുന്നില്ല, വേറെ ഒരു മനുഷ്യ പത്രം വായിക്കാറില്ല. അതുകൊണ്ട് നമ്മളത് വലിയ പ്രസക്തി കൊടുക്കുന്നില്ല. അപ്പം എന്തും മുസ്ലിങ്ങളാണ് ലോകത്ത് ഉത്തരവാദിത്തം. ഇവിടെ കണക്കെടുത്ത് നോക്ക്. 2ാം ലോകമഹായുദ്ധം, 1ാം ലോകമഹായുദ്ധം, ഹിരോഷിമയിൽ ബോംബിട്ട്, ഇതൊക്കെ മുസ്ലിങ്ങളായിരുന്നോ? റഷ്യയിൽ വിപ്ലവം, ചൈനയിൽ വിപ്ലവം, അമേരിക്കൻ വിപ്ലവം, ഇതൊക്കെ മുസ്ലിങ്ങളായിരുന്നോ? എന്നിട്ട് എത്ര 1000 കോടി ജനങ്ങളെ കൊന്നിട്ടുണ്ട്. അതെല്ലാം മുസ്ലിമായിരുന്നോ? ക്രിസ്ത്യാനിയും ചൈനീസും അങ്ങനെയുള്ള ആൾക്കാർ, റഷ്യനൊക്കെയാണ്. എന്നിട്ട് പറയുന്ന മുഴുവൻ മുസ്ലിങ്ങളാണ് കുറ്റം. അതെന്താ കാരണം? ഈ അൻവറിനെ പോലെ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ കുഞ്ഞാലിക്കുട്ടിയെ പോലെ അല്ലെങ്കിൽ മദ്രി സാഹിബിനെ പോലെയുള്ള മണ്ടന്മാരുണ്ടായിട്ടാണ്. അവർ ബുദ്ധിയുറ കളിച്ചെങ്കിൽ 5ാം മന്ത്രിസ്ഥാനം ചോദിച്ചത് കളിച്ച് മണ്ടത്തം കളിച്ചാൽ ഇത്ര പേര് ദോഷം വന്നത്. ഈ മതി തന്നെ ആവേശങ്ങൾ മാറ്റി വെച്ച് മിനിമമായിട്ട് അതേ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചപ്പോഴേ ആ മൗലവിയുടെ സ്റ്റാൻഡേർഡ് മാറ്റി രാഷ്ട്രീയക്കാരനായിട്ട് നിൽക്കട്ടേതോ. അത് ഇന്നും പുള്ളി ആ സ്റ്റാൻഡ് മാറ്റില്ല. ആ മൗലിയുടെ അതേ പ്രശ്നം ഇപ്പം സുഖല കിടക്കാണ്. എന്നാലും പറയാതിരിക്കാൻ പറ്റുമോ? മറ്റുള്ളവർ വരാതിരിക്കാൻ വേണ്ടി എൻ്റെ അറിവ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. ആ പുള്ളി പാർട്ടി ഉപയോഗിച്ചു അപ്പോഴും ആ മൗലവിയുടെ റാങ്ക് അതേ സ്റ്റാൻഡേർഡ്, ഇപ്പം മരിക്കുന്നവരെ അതേ സ്റ്റാൻഡേർഡ്, ഒരു മാറ്റം വരുന്നില്ല. അങ്ങനെയല്ല, രാഷ്ട്രീയക്കാരുടെ സ്റ്റാൻഡേർഡ് മാറ്റും. ഇത് ചായ അടിക്കുന്ന ചായക്കാരുടെ സ്റ്റാൻഡേർഡ്, ഒരു കളക്ടർ സ്റ്റാൻഡേർഡ്, കളക്ടർ ചായക്കാരുടെ സ്റ്റാൻഡേർഡ് എടുത്താൽ പറ്റുമോ? അല്ലെങ്കിൽ ചായക്കടക്കാരൻ്റെ സ്റ്റാൻഡേർഡ് കളക്ടർ എടുത്താൽ പറ്റുമോ? രണ്ടും പറ്റില്ല. രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എൻ്റെ പെരുമാറ്റ രീതിയും ഒരു പള്ളിയിൽ വളർന്നു വരുന്ന മുസ്ലിം പെരുമാറ്റത്തിൽ വ്യത്യാസമുണ്ട്. പുള്ളിക്ക് ആ ഒരു മാറ്റമില്ല, അതേ ശൈലി. അതുപോലെ അൻവറും കുഞ്ഞാലിക്കുട്ടിയൊക്കെ ആണെങ്കിൽ കുഞ്ഞാലിക്കുട്ടി 5ാം മന്ത്രിസ്ഥാനം ചോദിച്ച് ഇത്ര കുഴപ്പമായിട്ടേക്കല്ലേ സമയം നീണ്ടുപോകാൻ ഞാൻ പറയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് കുഞ്ഞാക്ക നിങ്ങൾ ആ മുസ്ലിം എന്ന പേര് മാറ്റി മുന്നോട്ട് പോകും. പിന്നെ രാഹുൽ ഗാന്ധി കുറച്ചുകൂടി ബുദ്ധിപൂർവ്വം ചിന്തിക്ക്. 20% വരുന്ന മുസ്ലിം സമുദായത്തെ കാര്യമായിട്ട് അവർ നിങ്ങൾ അംഗീകരിക്കുക, ധൈര്യമായിട്ട് അംഗീകരിക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ശുഭമാണ്. ഇല്ലെങ്കിൽ ഇതും സംഭവിക്കും, ഇതിനപ്പുറം സംഭവിക്കും. അവിടെ ഒന്നും യാതൊരു ന്യായീകരമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഒരായി നന്ദി ചെയ്യുന്നു.